ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വിശേഷമുണ്ട്. മോൻ്റെ അംഗനവാടിയിൽ ഇന്ന് ഓണപ്പരിപാടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് നേരം വയ്ക്കി. അപ്പോൾ തന്നെ എല്ലാ മക്കളും ഉമ്മമാരും വന്ന് പൂക്കളൊക്കെ അരിയൽ തുടങ്ങി. ഞാനും കുറച്ചൊക്കെ പൂവ് തുടങ്ങിന്. അങ്ങനെ എല്ലാവരും പൂവൊക്കെ എനിക്ക് പ്രാവശ്യം ഒന്നിനും ആക്റ്റീവ് ആകാൻ പറ്റിയില്ല കേട്ടോ. ഓഗസ്റ്റ് 15 നല്ല ആക്റ്റീവ് ആയിരുന്നു, കാരണം മോന് വെയ്യ. അപ്പോൾ ഞാൻ അംഗൻവാടിക്ക് പോകാനാവില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ടീച്ചർ പറഞ്ഞു വന്നിട്ട് വന്നോട്ട് ഭാഗത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോന്നതാണ്. പിന്നെ അവന് ഡ്രസ്സും കാര്യമൊക്കെ വാങ്ങിയതല്ലായിരുന്നോ. അപ്പോൾ ഡ്രസ്സും കാര്യം നോക്കിയിട്ട് കാര്യമില്ല, മക്കൾക്ക് വയ്യാഞ്ഞാൽ പിന്നെ പോകരുത് വെച്ചാൽ പിന്നെ ടീച്ചർ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇതാട്ടോ മോൻ്റെ ഡ്രസ്സ്. അവന് വെയ്യ, കുരക്കണമൊക്കെ ഉണ്ട്, തീരെ വെയ്യ, പനിയാണ്. അപ്പോൾ പനി കുറച്ച് വിട്ടേനു കേട്ടോ ഞാൻ ഈ പോയ ടൈമിൽ. അങ്ങനെ നമ്മൾ പൂക്കളം റെഡി ആയിട്ട് നല്ല സെറ്റായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കൂറ്റു പോയതാണ്, ചെറിയൊരു ഇതുണ്ടാവുമെന്ന്. അപ്പോൾ ഓണപ്പൂക്കളൊക്കെ ഇട്ട് മക്കൾ ചുറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിൻ്റെ മോനെ ഇരുന്നിട്ടില്ല, അവൻ ഇരിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വെയ്യാത്തതുകൊണ്ട്. ഇന്നല്ലാത്ത നോൻ കുറച്ച് ബാക്കൊക്കെയാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണും. അപ്പോൾ എല്ലാവരും വട്ടത്തിൽ ഇരുത്തിങ്ങാണ്ട് പൂവിട്ടത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പാത്തുണ്ട് പാത്ത് ഓരോ പൂവും തൊട്ടൊക്കെ നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. ഓലെ മൂത്ത് അതുണ്ട്. എന്താ സംഭവം എന്താണെന്നറിയില്ലല്ലോ. ഇനി ഒരു LKG UKG ഒക്കെ മനസ്സിലാവും. അപ്പോൾ പൂവിടുക, പൂവ് വെറുക്കാൻ പോവുക, ഇതൊരു നല്ല പ്രായമാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ടീച്ചറും മക്കളൊക്കെ ഡാൻസൊക്കെ കളിച്ചിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാനൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു പോയി കുറച്ച് നേരം, കാരണം മക്കളുടെ ഡാൻസൊക്കെ കണ്ടിട്ട്. ഓലെ നല്ല രസമുണ്ടായിരുന്നു, ഓലെ ചാടിക്കളിയൊക്കെ കാണാൻ. അങ്ങനെ എല്ലാവരും നല്ല ഡാൻസ് കളിയിലാണ്. അവിടെ അപ്പുറത്ത് മക്കൾ കരയണമുണ്ട് കേട്ടോ. ചില മക്കൾ കളിച്ചതിനോട് ഊഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ഊഞ്ഞാൽ ആട്ടലും തൊട്ടിൽ കെട്ടലും അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഞാൻ മോനെ മടിയിൽ വെച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്കൊന്നിനും ആക്റ്റീവ് ആകാൻ പറ്റിയിട്ടില്ല പ്രാവശ്യം. അപ്പോൾ നമ്മളെ പാത്തുൻ്റെ ചെങ്ങാഴ്ചകളും എല്ലാവരും ഡാൻസ് കളിക്കണു. പാട്ടിനനുസരിച്ച് തുള്ളണുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വേറൊരു ഫുൾ വീഡിയോ ഇടുന്നുണ്ട്. മക്കളത് മാത്രമായിട്ട് നിൽക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ ഞാൻ വിടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല രസമാണ്. അങ്ങനെ നമ്മളെ മാവേലിനെ സെറ്റാക്കിയും കൊണ്ട് നിൽക്കുക കേട്ടോ. അത് ടീച്ചറെ പേരക്കുട്ടിയാണ്, ഞങ്ങൾ അങ്കലവാടിത്തെ ടീച്ചറെ പേരക്കുട്ടിയാണ്. അപ്പോൾ മാവേലി റെഡി ആക്കിയിട്ട് മാവേലി നടന്നു പോകണം. അതൊക്കെ കഴിഞ്ഞാണ് കസാരക്കളി ഉണ്ടായിരുന്നു. നല്ല രസം തൊട്ട് കസാരക്കളി. ഞങ്ങളൊക്കെ ചിരിച്ചൊരു വാത്തായിക്കിട. അപ്പോൾ അതിന് വലിയ മോൻ വന്നിട്ട് സ്കൂൾ അംഗനവാടി എടുത്തിട്ടായപ്പോൾ അവനോട് പറഞ്ഞു ഇങ്ങോട്ട് വന്നാണ്ട് ഞാൻ വീട്ടിലുണ്ടാവില്ല, വീട്ടിലാരും ഇല്ലാത്താണല്ലോ, ഞങ്ങൾ ഒറ്റക്കാണല്ലോ. അപ്പോൾ അവനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞേനു. അപ്പോൾ അങ്ങനെ അവൻ വീട്ടിൽ നിന്ന് സ്കൂൾ വിട്ട് ഇങ്ങനെ നേരെ അംഗനവാടിക്ക് വന്നിരിക്കുന്നു. ഒരു ക്ലാസ്സിലെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഈ അംഗനവാടി പഠിച്ചത് തന്നെ. അങ്ങനെ ഓല് എന്താ പറയുക, ഈ ഓടുമ്പോണ്ടല്ലോ നല്ല വെയിലേനു കേട്ടോ അന്ന്. ഞങ്ങൾ മഴക്കാരം ചോദിച്ചു, പക്ഷേ ആ ഒരവസ്ഥക്കനുസരിച്ച് വെയിലില്ലോണ്ട് മഴയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഒന്നും ഒരു സ്റ്റക്കായി നിന്ന് കേട്ടോ. ഏതോ ഒരു കുട്ടീൻ്റെ മുണ്ട് പോയപ്പോൾ കുട്ടി ഓടണില്ല. അപ്പോൾ അങ്ങനെ ഓടാത്തതുകൊണ്ട് അങ്ങനെ ഓടുകയാണ് കേട്ടോ. ഈ ഓട്ടം ഭയങ്കര രസമായിരുന്നു. ഓരോരുത്തർ കസാല തട്ടിപ്പറിച്ച് വാങ്ങുക, അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചണം. അങ്ങനെ 3 ആളായിട്ട് നമ്മളെ പാത്തുനും 3 കുട്ടികളും ആയിട്ടുണ്ട്. അവിടെ നിൽക്കുന്നത് മോൻ്റെ ചങ്ങായി കേട്ടോ. അങ്ങനെ 2 കസാലായി. അതിൽ വിന്നറായത് നമ്മൾ പാത്തു കേട്ടോ. പാത്തു ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിലൊക്കെ. ആ മോളാണ് വിന്നറായത്. പിന്നെ മുട്ടായി വാരൽ മത്സരം ഉണ്ടായിരുന്നു. അതിന് പിന്നെ മോനെ ഇറങ്ങി കേട്ടോ. വലിയ മോൻ പൊയ്ക്കോ പറഞ്ഞപ്പോൾ ഓനെ ഇറങ്ങി. അവനക്ക് കിട്ടിയത് 2 മുട്ടായി കേട്ടോ. അവനക്ക് അതിന് ആരോഗ്യം ഉള്ളേരൊന്ന്. എന്നാലും എൻ്റെ മോനെ ഇറങ്ങി കേട്ടോ, മാഷാ അള്ളാ ഇറങ്ങി. അങ്ങനെ ഓന് രസമുണ്ടോ ഈ ഡ്രസ്സിൽ? എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. ആരും വീഡിയോസിന് കമൻറ്റ് ഇടണില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ അങ്ങനെ സദ്യ വിളമ്പുക കേട്ടോ. എല്ലാ കുട്ടികൾക്കും സദ്യ വിളമ്പി കൊടുക്കണം. അങ്ങനെ സദ്യയൊക്കെ വിളമ്പി. എൻ്റെ മോനും 2 ചങ്ങായിമാരൊക്കെ അവിടെ ഉണ്ടേന്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി. എനിക്ക് വിളമ്പി കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ എൻ്റെ മോനെ ടീച്ചർ ടീച്ചർ 2 മേശ ഇട്ടിങ്ങനെ അവിടെ ഇരുത്തി. ഓന് നിലത്ത് ഇരുത്തിയില്ല, ഓന് വെയ്യാത്തോണ്ട് കേട്ടോ. ഓന് ഇന്ന വാരി കൊടുക്കാനും അയക്കണില്ല, ഓൻ തിന്നണില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. ഓന് വേണമെന്നുണ്ട്, പക്ഷെ പനിച്ചിട്ട് തിന്നാൻ കഴിയില്ല. ഞാൻ വേഗം പിന്നെ അംഗനവാടിയിൽ നിന്ന് പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിൽ നിന്ന് ഇറങ്ങി. പരിപാടി കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ ഒരു 1:30 ആയപ്പോൾ തന്നെ ഇറങ്ങി, കാരണം മോന് തീരെ വെയ്യ. പിന്നെ കുറേ നേരം അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വലിയ മോൻ വന്നിട്ടില്ല എന്നിട്ട് വലിയ മോനെ എടുത്ത റൂമത്തെ എൻ്റെ ഫ്രണ്ട് അറിഞ്ഞില്ലേ, ഓളപ്പാണ് വന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് വേഗം പോന്നു. അങ്ങനെ എൻ്റെ സുന്ദര കുട്ടന് നടന്നു പോവുകയാണ്, വീട്ടിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അതിൻ്റെ അടി കൂടെ ഒരു ജെല്ലിമുട്ടായൊക്കെ വാങ്ങി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ച് എല്ലാവരും എൻ്റെ വീഡിയോസിന് കമൻറ്റ് ഇടുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.